ഹായ്. അപ്പു ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം കുഞ്ഞുവാവയ്ക്ക് ഈ വിഷുവിന് എന്റെ കൈകൊണ്ട് തന്നെ ഒരു പട്ടുടുപ്പ് തയ്ച്ചു കൊടുക്കണമെന്ന്. അതിന് കുറച്ച് തുണിയൊക്കെ സംഘടിപ്പിച്ച് ആള് തന്നെ ഒരു പട്ടുടുപ്പ് തയ്ക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. റിപ്പയറിങ്ങിന് കൊണ്ടുവന്ന മെഷീനിലാണ് ഈ പരീക്ഷണമൊക്കെ ഒന്ന് ആലോചിക്കണം. ഇന്നലെ താരമൊക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രി 12 മണിയോട് കൂടിയിട്ടാണ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വെട്ടലും പിടിക്കലും ഒക്കെയുള്ള പരിപാടികളിലേക്ക് കടന്നു. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഫാഷൻ ഡിസൈനറൊക്കെ ഉള്ളതാണല്ലോ, അത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. പുപ്പാമയും കൂടിയിട്ടുണ്ട്. പിന്നെ പുപ്പാമ കൂടിയാൽ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുടെ അഭിപ്രായത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി താമസിക്കും എന്നതാണ്. കാരണം ആൾ ഇത്തിരി വെറൈറ്റിയാണ്. എന്തായാലും വേണ്ടവില്ല, അളവെടുക്കാൻ ആളെ കൊണ്ടുവന്നു. ആള് ഇന്ന് മുഴുവനും കുളവാക്കി കൈ കൊടുക്കുമെന്നാണ് തോന്നുന്നത്. ആൾക്ക് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഈ വിഷുവായിട്ട് കൂടി, അതും കുഞ്ഞുവാവയുടെ ആദ്യത്തെ വിഷുവായിട്ട് കൂടി ഒരു ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള വകുപ്പില്ലേ? പക്ഷെ ഇത് അതൊന്നും അല്ല കേട്ടോ, ഇത് അതിനപ്പുറമാണ്. ഇത് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. സ്നേഹമാണ് ഏറ്റവും വലുത്. ഏതായാലും രാത്രി 2:30 കൂടിയിട്ടാണ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഇനി നാളെ നോക്കാം. കാരണം മെഷീൻ അത്ര പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് നല്ല വിഷമവുമായി. എന്തായാലും ഞാൻ എൻ്റെ സ്നേഹം വാവയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ, അത് ഞാൻ ചെയ്തിരിക്കും എന്ന വാശിയാണ്. പിറ്റേ ദിവസം വിഷുവിന്റെ തലേന്നായതുകൊണ്ട് ക്ലീനിങ് പരിപാടികളൊക്കെ വീട്ടിൽ നന്നേയുണ്ട്. ഇരുവരും ക്ലീനിങ്ങിന്റെ പരിപാടിയിലാണ് രാവിലെ തന്നെ. ഇവർക്ക് രണ്ടുപേർക്കും ഇന്ന് വീട്ടിലേക്ക് പോകേണ്ടതുള്ളതാണ്. രാവിലെ തൊട്ട് ഇവരുടെ അമ്മ ചിഞ്ചുമ്മ വിളി തുടങ്ങി. എന്തായാലും ഇതൊന്ന് തീർത്ത് വാവയ്ക്ക് ഇട്ടുകൊടുത്തിട്ടേ ഞാൻ പോകുകയുള്ളെന്ന വാശിയിൽ ആള് പരിപാടി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാനുള്ള സമയമില്ലാതെ ഹാർഡ് വർക്കിലാണ്. പിന്നെ അങ്കിള് സഹായിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ. ഫാഷൻ ഡിസൈനർക്കും ഇരിക്കട്ടെ. ഇന്നലെ തേച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞത് ഉപ്പാമ്മ. പക്ഷെ അന്നേരം അത് കേട്ടില്ല. ഇപ്പോ ആ തേക്കാൻ പറഞ്ഞതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീട്ടിൽ നിന്ന് വിളിച്ച് സഖി കെട്ടിട്ടാണെന്ന് തോന്നുന്നു. അപ്പുവിന്റെ അച്ചാമ്മയും വല്ലിച്ചനും കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. അയ്യോ, ഫൈനൽ വരെ എത്തിയതായിരുന്നു. സമാധാനമില്ലാതെയാണ് ആള് ഇറങ്ങിപ്പോകുന്നത്. കുഴപ്പമില്ല, ബാക്കി ഉപ്പാമ്മ ചെയ്തോളാം എന്നുള്ള ധൈര്യത്തിൽ ഇറങ്ങുകയാണ്. എന്നാൽ അച്ഛനൊരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫാഷൻ ഡിസൈനറുടെ ഹസ്ബൻഡ് അല്ലേ, ആളുടെ ശിക്ഷണത്തിൽ ഒന്ന് നോക്കാന്ന് വെച്ചു. പക്ഷെ എന്താണെന്നറിയോ, ഈ സൂചി കോർക്കാൻ കണ്ണു പിടിക്കണമല്ലോ, പ്രായമൊക്കെ ആയില്ലേ, അതും ഉപേക്ഷിച്ചു. ഏകദേശം ആള് ചെയ്തു വെച്ചിട്ട് പോയതിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. വാവ കിട്ടൊന്ന് കാണിക്കാനുള്ള സമയമില്ലാതായിപ്പോയി, പാവം. കുഴപ്പമില്ല, നാളെ നമുക്ക് ഉപ്പാമ്മ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. നാളെ നമുക്ക് ഫൈനൽ വർക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും വിഷുവിന് ഇത് തന്നെ ആൾക്ക് ഇടൂ എന്നുള്ള വാശിയിലാണ് ഉപ്പാമ്മയും. ഹാപ്പിയാണ്. ഹാപ്പി ലൈഫ്, ഹാപ്പി വിഷു.